ബാക്കി വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങളുടെ പാർട്ട് 1 ഒരുപാട് പേര് നല്ല കമൻസ് ഒക്കെ തന്നായിരുന്നു. സോ ദിസ് ഇസ് പാർട്ട് 2. ഞങ്ങൾ പോകുന്നത് മങ്കയം വാട്ടർഫോൾസിലാണ്. ഫുൾ ആൻഡ് ഫുൾ അവിടെ നിർത്തി ഞങ്ങളുടെ മെമ്മറീസൊക്കെ അയവിറക്കി. വി വർ ഹാവിങ് സോ മച്ച് ഫൺ ടുഗെദർ. മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. സോ മങ്കയത്തിൽ ഞങ്ങൾ ഈ പോകുന്ന സമയത്തുള്ള കുറച്ച് മൊമെൻറ്റ്സും കൂടിയാണ് നിങ്ങളോട് കാണിക്കുന്നത്. അർച്ചന ഇതില് പോസ്റ്റ് ചെയ്യൂടാ. ഈ സാധനം മാറ്റണോ? വിജയുടെ കോട്ടൻ. വിജയുടെ കാറായിരുന്നു. വിജയായിരുന്നു ഫുൾ ഡ്രൈവ് ചെയ്തത്. ഒരു രീതിയിലും ഫ്ലോലെസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു. ഞങ്ങൾ ഫുൾ ഇങ്ങനെ മസ അടിച്ചുകൊണ്ടിരുന്നു. അവളെ ഞങ്ങളുടെ കൂടെ കൂടി. പിന്നെ ഞങ്ങൾക്ക് ആ മങ്കയം എന്നുള്ളത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈവൻ റിവേഴ്സ് വരെ എടുത്തു തന്നു. ഇങ്ങനെ ഒരു ഡ്രൈവറിനെ എവിടെ കിട്ടും നമുക്ക്? സോ ഹാപ്പി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ട്രിപ്പായിരുന്നു ബ്രൈമോറിലേക്കുള്ള അല്ലെങ്കിൽ മങ്കയത്തിലേക്കുള്ളത്. നിങ്ങൾ കാണുകയാണെങ്കിൽ ക്ലൈമറ്റ് പോലും ഞങ്ങൾക്ക് വളരെ ഫേവറബിൾ ആയിരുന്നു. ശരിക്കും മഴയാണ്ട് പേടിയായിരുന്നു, പക്ഷെ ഭയങ്കര സൂതിങ് ക്ലൈമറ്റും എല്ലാവരും കൂടി കണ്ട് എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളവിടെ കൊണ്ടുപോയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അപ്പോൾ വക്കീലും ജേർണലിസ്റ്റും കൂടെ ഇറങ്ങി, അതായത് ഞാനും ഐശ്വര്യയും കൂടിയാണ് ഇറങ്ങിയത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ശരിക്കും നമ്മൾ പൊന്മുടിയിലൊക്കെ പോകുന്ന അതേ റൂട്ട് തന്നെയാണ്. ഫുള്ളി ഗ്രീനറി ആണ്. ഹാപ്പിൻസ് പോലുള്ള സ്ഥലങ്ങളും ഉണ്ട്. കയറുമ്പോൾ നമുക്ക് കാതടിയുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പാട്ടൊക്കെ കേട്ട് പഴയ കുറേ കാര്യങ്ങളും പഴയ ആൾക്കാരുടെ സ്ഥിതി എന്താണ്, കുറേ പേര് കല്യാണമൊക്കെ കഴിഞ്ഞു, അങ്ങനെ എല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു എത്രയോ നാളുകൾക്ക് ശേഷം വേദനിക്കുന്നവരെ ഞങ്ങൾ ചിരിച്ചു എന്നുള്ളതാണ്. അന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്ത് പാട്ട് എന്ത് സിനിമ എന്നാണെങ്കിൽ ഇന്ന് കുറേ ജീവിത പ്രശ്നങ്ങളും നമ്മുടെയൊക്കെ വർക്ക് ലൈഫിലുള്ള കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. സോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ലെവൽ കഴിയും തോറും ബ്യൂട്ടിഫുൾ ആവും എന്നുള്ളതിനും കൂടി ഒരു തെളിവായിരുന്നു ഈ ട്രിപ്പ് എന്നുള്ളത്. സോ മങ്കയം ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും പോകാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. സോ ബാക്കി നമുക്ക് ആസ്വദിക്കാം. അതായത് ഇങ്ങോട്ട് വണ്ടി ഇവിടെ ഇട്ടിട്ട് നടക്കുവാണോ? അങ്ങനെയാണോ? So finally we reached our destination. വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ പറയാം. സോ നമ്മളിപ്പോൾ മങ്കയം വാട്ടർഫോൾസിൽ എത്തി. പക്ഷെ ഇവിടെ വെള്ളത്തിലൊന്നും ഇറക്കത്തില്ല എന്നാണ് പറയുന്നത്. ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര വേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്നവർ ക്ലിയർലി പറഞ്ഞു. പക്ഷെ നമുക്ക് വാട്ടർഫോൾസ് കാണാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വൈബാണല്ലോ. ഞങ്ങൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്യാൻ പോവാണ്. ഞാൻ മാത്രമൊന്നും ആയിരിക്കില്ല വ്ളോഗിൽ പറയുന്നത്, നമ്മൾ എല്ലാവരും പറയുന്ന ആൾക്കാർ. എല്ലാവരും കൂടി പറഞ്ഞ് സൂര്യ എന്താ ചെയ്യുന്നത്? റൂഡാണോ? എങ്ങനെയാ ഭർത്താവ് എങ്ങനെയാ വീട്ടില്? കോഫി അച്ഛനെ എക്സൈറ്റഡ് ആണോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ പോവാനായിട്ട്. ബാക്കി ലൊക്കേഷനിൽ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കേ. ഇത് തുറക്കാവോ? ഓൺ ദ സ്പോട്ട് അതങ്ങനെ ചെയ്യൂല. അപ്പൊ ഞാനെല്ലാം അറിയാത്ത പോലെ മുമ്പ് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം സൂര്യ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ, ആനിമേറ്റർ ആണ്. എന്താണ് അങ്ങനെയൊക്കെ പറയുന്നത്?
ഇല്ല, ഞാൻ എല്ലാം ലാപ്പിലാക്കി. സംസാരിച്ച് ത്രോട്ടും ചിരിച്ച് ജോയും വേദനിക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഇങ്ങനെ പ്യുവർലി ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ മാത്രം നടക്കുന്ന കാര്യമാണിത്. ഇത് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും ടെണിൽ എല്ലാവരും ചേരുമ്പോൾ ഈ ഒരു വൈബ് തന്നെയാണ്. വെള്ളച്ചാട്ടത്തിൽ കുളി നിരോധിച്ചു. കുളി നിരോധിച്ച വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി വൈബാണല്ലോ. So stay tuned for the most beautiful part of this vlog series. Emotively subscribe ചെയ്യണേ.